ഹായ് ഹലോ. അപ്പോൾ നമുക്കൊരു ചക്കപ്പേരി ഉണ്ടാക്കിയാലോ? കുഞ്ഞി കൊത്ത ചക്കനെ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, അത്യാവശ്യം മൂത്ത ചക്കനെ കൊണ്ടാട്ടോ. നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ചക്കനെ കൊണ്ടാട്ടോ ചക്കപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചക്ക വൃത്തിയാക്കുകയാണേ. അതിനിടയിൽ നമ്മൾ വൃത്തിയാക്കുന്നില്ലാലും അതിൻ്റെ പകുതി മുക്കാൽ നമ്മളെ വയറ്റിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി തിന്നണമെന്നില്ല കേട്ടോ. ആ സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈക്കൊന്ന് വിട്ടുകൊണ്ടുണ്ടേ, ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും കാര്യമാക്കാനില്ല, കാരണം നമുക്ക് ചക്കയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ചക്ക മാത്രമേ ഉള്ളൂ ഗായ്സ് എൻ്റെ മണ്ടയിൽ. അപ്പോൾ ചക്ക നമ്മളിത് വെട്ടിപ്പൊളിച്ചു ഈ പരിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിനു ശേഷം അവൾ ബാക്കി അതിനെ നമ്മൾ പണിതോളാം അമ്മേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ പാർക്കുട്ടി. അതിന് നമ്മൾ അവളും കുറേ എന്തൊക്കെയോ മാന്തി പൊളിച്ച് കിട്ടുന്നില്ല. അവസാനം ഞാൻ തന്നെ മെനക്കെടുണ്ടെന്ന്. അതിനുശേഷം ഇതാണ്ട് നമ്മൾ പാത്രമാക്കിയിട്ടുണ്ട്. തോന ചക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല, ഞാനും പാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനെ കുരുവൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ആവശ്യത്തിന് ഇന്ന് എടുത്തിട്ട് ബാക്കി നമ്മളൊരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് കുറച്ച് എടുത്തിട്ടുള്ള എനിക്കും പാറിനും വേണ്ടി മാത്രമാണ്. പാറ അധികം കഴിക്കുന്നില്ല, എനിക്ക് വേണ്ടി മാത്രം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ വെട്ടി വൃത്തിയാക്കി അതിനുശേഷം ഇതാ നമ്മൾ അടുപ്പത്തൊരു പാന് വെച്ചു. ഇത് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വേണം, കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഉപ്പ് വേണം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അത്രയും മതിയാവും, 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക, അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, കുറച്ച് വറ്റൽമുളകും, 2 വറ്റൽമുളക് വന്നിട്ടാണ്. അപ്പോൾ ആ പാന് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പെട്ടെന്ന് ഞാൻ മൂടി വെച്ചിട്ടാ. എൻ്റെ കയ്യിൽ എപ്പോഴും ഈ തരിക സാധനം ഉണ്ടാകും, കാരണം എന്താ വെച്ചാൽ മൂത്തയൊക്കെ എപ്പോഴും എടുത്തിറക്കി. അപ്പോൾ കടുകിട്ടതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു, പിന്നെ ഉണക്കമുളക് അതും ഇട്ടു. പിന്നെ നമ്മൾ ചക്ക ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചക്ക ഒതുങ്ങാൻ വേണ്ടി ഇളക്കാനാവില്ലല്ലോ. അപ്പോൾ മൂടി വെക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടിയിടണം കേട്ടോ, അല്ലെങ്കിൽ അത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മൂടി തുറന്നു, ഏകദേശം ചക്ക ഒതുങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അടി പിടിക്കുക. പിന്നെ നമ്മളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. ആ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ചക്ക വേവാനുള്ള വെള്ളം മതി, ഒന്നായിട്ട് കുഴഞ്ഞു പോകണ്ടേ. അത്യാവശ്യം നല്ലതുപോലെ ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചു. പിന്നെ അത് മിക്സ് ചെയ്യണേ, നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ചക്ക ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മളിത് പാത്രത്തിലേ വാങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ചക്ക സൂപ്പറായിട്ട് ശരിയാക്കിയിട്ടില്ല. ഇത് ഉപ്പേരി എന്ന് വേണം നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ കടക് വറവിട്ടതാണെന്ന് വേണം, അങ്ങനെയും പറയാം കേട്ടോ. ഇത് എനിക്ക് പാറൂസിന് മാത്രമുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അലങ്കാര പണികളൊന്നുമില്ല. ഇനി ഇത് തിന്നേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.